സിംഗർ ബർഗറാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പോയാലോ? ബാ. നമുക്ക് ഫസ്റ്റ് വേണ്ടത് നല്ല ചിക്കനാണ്. ഇത് ഓൾറെഡി ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വേണ്ടത് നല്ല കോഴിമുട്ടയാണ്. അപ്പോൾ 2 കോഴിമുട്ട വേണം കോട്ടിങ് ചെയ്യാൻ. അടുത്തത് വേണ്ടത് നല്ല കോൺഫ്ലവറും മൈദയുമാണ് കോട്ടിങ്ങിന് വേണ്ടി നല്ലതാണ്. അപ്പോൾ നല്ല ചിക്കനാണ്, ഇത് ഓൾറെഡി മാരിനേറ്റ് ചെയ്തതാണ്. പിന്നെ നമുക്ക് 2 മുട്ട വേണം. പിന്നെ കോൺഫ്ലവറും മൈദയും മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് സോസ് വേണം ഗൈസ്, ഇത് ഹോം മെയ്ഡ് സോസാണ്. പിന്നെ നമ്മുടെ വെജീസ്, ബർഗറിലുള്ള വെജീസ്, പിന്നെ സൺഫ്ലവർ ഓയിൽ, പിന്നെ ബർഗറിൻ്റെ മെയിൻ ആയിട്ടുള്ള സാധനം. അപ്പോൾ ഗൈസ് നമുക്ക് വേണ്ടത് നല്ല ചിക്കനാണ്. ഇത് ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മാരിനേഷൻ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് പാൻ വയ്ക്കാം. ഇനി നമുക്ക് അപ്പോൾ നമ്മുടെ പാൻ നല്ലോണം ചൂടായിട്ടുണ്ട്. നമുക്ക് എണ്ണ ഒഴിക്കാം. സൺഫ്ലവർ ഓയിലാണ് നമ്മൾ ഒഴിക്കണത് ഗൈസ്. ഓക്കെ ഗൈസ്, മതി. അപ്പോൾ നമ്മൾ കുരുമുളക് പൊടി ഇടാൻ പോണ ഗൈസ്. ഇച്ചിരി പാകത്തിലിടാം. ഇനി നമ്മൾ ഇടാൻ പോകുന്നത് ഗരം മസാലയാണ്. അതൊരു 3/4 ടീസ്പൂൺ ഗരം മസാല. മുളക് പൊടിയാണ് ഗൈസ്, ഇതൊരു 3/4 ടീസ്പൂൺ. ഓക്കെ ഗൈസ്, ഇനി നമ്മൾ നല്ലോണം മിക്സ് ചെയ്യണം ഗൈസ്. ഇനി നമ്മൾ മുട്ട പൊട്ടിച്ച് വയ്ക്കാം ഗൈസ്. ഇനി 2ാമത്തെ മുട്ട പൊട്ടിക്കാൻ ഗൈസ്. ഇച്ചിരി കുരുമുളക് പൊടി ഇടാൻ പോണ ഗൈസ്. അപ്പോൾ നമ്മൾ ബീറ്റ് ചെയ്യാൻ ഗൈസ്. ബീറ്റ് ചെയ്ത് കഴിഞ്ഞു ഗൈസ്. സ്റ്റവ് കത്തിക്കാൻ ഗൈസ്. ഈ എണ്ണ ചൂടാവണം. അപ്പോഴത്തേക്ക് നമ്മുടെ കോട്ടിങ്ങിനുള്ള പരിപാടി സെറ്റാണ്. അപ്പോൾ നമ്മൾ കോട്ടിങ് സ്റ്റാർട്ട് ചെയ്യാൻ ഗൈസ്. ഫസ്റ്റ് നമ്മൾ പൊടിയിലോട്ട് ഇടുന്നു. പിന്നെ ഈ ഇടത്തെ കൈ കൊണ്ട് നമ്മൾ മുട്ടയിൽ മുക്കണം. നമ്മൾ ഡബിൾ കോട്ടിങ് ആണ് ചെയ്യാൻ പോണേ. ഇനി നമ്മൾ ഇത് മാവിലോട്ട് നല്ലോണം ഇങ്ങനെ പീച്ചണം. അപ്പോൾ ഗൈസ് ഇങ്ങനത്തെ ഒരു ടെക്സ്ചർ വരും. ഇനി നമ്മൾ നേരെ ഈ ബാക്കിയുള്ള പൊടികൾ ഇതിൽ തന്നെ തട്ടിയിട്ട് നമ്മൾ നേരെ ഫ്രൈ ചെയ്യാൻ ഗൈസ്. അപ്പോൾ നമുക്ക് ഇനി ബണ്ണ് മുറിക്കാം. ബണ്ണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് കഴിയുമ്പോൾ ടോസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് കോരാം. അപ്പോൾ ഗൈസ് ഇത് കോരിന് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബർഗർ സെറ്റിങ്ങിലോട്ട് പോവാം. അപ്പോൾ ഗൈസ് നമുക്ക് ഇനി ബർഗർ സെറ്റിങ്ങിലോട്ട് കിടക്കാം. അതിന് ആവശ്യമുള്ള സാധനങ്ങൾ ഞാൻ വെച്ചിട്ടുണ്ട്. മയണൈസ്, അത് നമ്മുടെ ഹോം മെയ്ഡ് സോസാണ്. പിന്നെ കാരമലൈസ്ഡ് ഓണിയൻ ഉണ്ട്. പിന്നെ നമ്മുടെ ബർഗർ ബണ്ണുണ്ട്. പിന്നെ നമ്മുടെ വെജീസ് ഉണ്ട്. പിന്നെ നമ്മുടെ ചിക്കൻ ഉണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഗൈസ് നമ്മുടെ ബണ്ണിൻ്റെ അടിഭാഗം ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് മയണൈസ് അപ്ലൈ ചെയ്യാം. ഇനി നമുക്ക് ഈ സോസ്, നമ്മുടെ ഹോം മെയ്ഡ് സോസ് അപ്ലൈ ചെയ്യാം. നമുക്ക് സ്പ്രെഡ് ചെയ്യാം. ഇനി നമുക്ക് അതിലോട്ട് നമ്മുടെ വെജീസ് ആഡ് ചെയ്യാം. ഇനി നമ്മുടെ മെയിൻ ആയിട്ടുള്ളത് നമ്മുടെ ചിക്കൻ ആഡ് ചെയ്യാം. ഇനി അതിലോട്ട് നമ്മുടെ കാരമലൈസ്ഡ് ഓണിയൻ ആഡ് ചെയ്യാം. ഇനി നമ്മുടെ ബണ്ണിൻ്റെ ടോപ്പ് എടുത്തിട്ട് അതിലോട്ട് വീണ്ടും കുറച്ച് മയണൈസ്, പിന്നെ അതിലോട്ട് നമ്മുടെ ഹോം മെയ്ഡ് സോസ് അത് സ്പ്രെഡ് ചെയ്യാം. എന്നിട്ട് നമ്മളിത് ക്ലോസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സിംഗർ ചിക്കൻ ബർഗർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാണാം. അപ്പോൾ ഗൈസ് എൻ്റെ ചേട്ടൻ ജിമ്മ് കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചേട്ടന് ഞാൻ ഉണ്ടാക്കിയ ബർഗർ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം ഗൈസ്. എങ്ങനെയുണ്ട് ചേട്ടാ? ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോണേ.
കഴിച്ചിട്ട് പറയാം. അപ്പോൾ ഞാൻ കഴിക്കില്ല. സൂപ്പർ സാധനം. നമ്മളെ സിംഗിൾ ചിക്കനും മയോണൈസും നമ്മളെ സ്പെഷ്യൽ സോസും ആയപ്പോൾ അടിപൊളി. അപ്പോൾ ഗൈസ് നമ്മുടെ ബർഗറെല്ലാം കഴിഞ്ഞു. ചാട്ടിന് നല്ല വിശപ്പുള്ളതുകൊണ്ട് 2 കയറ്റി. ഇനി ഗൈസ് ഇതുപോലെ നല്ല വീഡിയോസ് ലഭിക്കണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ തന്നെ പെടപെട വീഡിയോസ് കിട്ടണമെങ്കിൽ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.